ഗുജറാത്തിൽ യാത്രാ വിമാനം തകർന്നു. ഗുജറാത്തിലെ മേഘാനി നഗറിലാണ് അപകടം. 100-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ടേക്ക് ഓഫിനിടെയാണ് അപകടം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുകയായിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടേക്ക് ഓഫിനിടെ അഹമ്മദാബാദ് ലണ്ടൻ എയർ ഇന്ത്യ ഫ്ലൈറ്റ് തകർന്നു വീണിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, എയർ ഇന്ത്യയുടെ വിമാനമാണ് തകർന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വിമാനത്തിൽ ഏതാണ്ട് 200-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയരുന്നതിനിടെയാണ് ഈ അപകടം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിമാനത്തിന്റെ ചിറകുകൾ മരത്തിലിടിച്ചാണ് അപകടം എന്നുള്ളതാണ് ഈ പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. പ്രധാനമായും ഈ വിമാനം എയർപോർട്ടിന്റെ മതിലിലും ഇടിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം വലിയ പുകപടലങ്ങളാണ് ഉയരുന്നത്. വലിയ തീഗോളങ്ങൾ അവിടെ ഉയരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ. ടേക്ക് ഓഫിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. സ്വാഭാവികമായും വലിയ വിമാനത്തിൽ വലിയ ഫ്യൂവൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തീപിടുത്തത്തിലേക്ക്, വലിയ അപകടത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ വലിയ അപകടത്തിന്റെ വാർത്തയായിരിക്കും ഒരുപക്ഷെ ഇനി മണിക്കൂറുകളിലേക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതാണ്ട് 200ഓളം യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. അഹമ്മദാബാദ് ഈ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന്, അതായത് എയർപോർട്ടിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് ഉള്ള മരത്തിലാണ് ഇത് ഇടിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിനുശേഷം അത് വിമാനത്താവളത്തിന്റെ മതിലിലേക്കും ഈ വിമാനം ഇടിച്ചു കയറി എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വിമാനത്തിന്റെ പിൻഭാഗമാണ് ഈ മതിലിൽ ഇടിച്ചത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നടത്തുന്ന ശ്രമത്തിനിടെയായിരുന്നു ഇത്തരത്തിൽ അപകടം അല്പസമയം മുമ്പ് ഉണ്ടായത്. വലിയ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് തീയണയ്ക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിമാനത്താവള അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ മേഖലയിലേക്ക് മറ്റ് യാത്രാ വിമാനങ്ങളുടെ ലാൻഡിംഗ് അടക്കം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ സമീപത്തെ റോഡുകളടച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിമാനത്തിൽ വലിയ രീതിയിലുള്ള ഇന്ധനം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് സ്വാഭാവികമായും ഇങ്ങനെ ഒരു ടേക്ക് ഓഫിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്ര അധികം ഒരു ദൂരയാത്രാ വിമാനമാകുമ്പോൾ അതിൽ ടൺ കണക്കിന്, ഗ്യാലൻ കണക്കിന് ഇന്ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇനിയും ഊഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് ഒരുപക്ഷെ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അന്തരീക്ഷത്തിലേക്ക് കറുത്ത പുകച്ചുരുളുകൾ ഉയരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് നമ്പർ AI123 എന്നതാണ് ഈ തകർന്നു വീണ ഫ്ലൈറ്റിന്റെ പേര്. എയർ ഇന്ത്യയുടെ വിമാനമാണ്. 133 യാത്രക്കാർ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ അപകടമാണ് സംഭവിച്ചത് എന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മറ്റ് കാഷ്വാലിറ്റികളെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. പക്ഷേ വിമാനം തീപിടിച്ചതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദഗോപൻ. അതെ നീലിമ, ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് AI123 എയർ ഇന്ത്യയുടെ കോൾ സൈൻ ആണ് എയർ ഇന്ത്യ എന്നുള്ളത്. AI123 എന്നുള്ള ലണ്ടനിലേക്ക്, അഹമ്മദാബാദ് ലണ്ടൻ വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. 200-ലധികം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഇത്തരം വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിൽ തന്നെയും 200-ലധികം യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ലഭ്യമായ വിവരങ്ങൾ. മുഴുവൻ ഇന്ധനം അടക്കം വിമാനം ഏതാണ്ട് ഇപ്പോൾ ഭാഗികമായി തന്നെ കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. വലിയ പുകപടലങ്ങളാണ് ഈ മേഖലയിലേക്ക് ഉയരുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. വിമാനത്താവളത്തിന് അല്പം പുറത്താണ്, അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ നടത്തുന്ന ശ്രമത്തിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഈ വിമാനം എത്തി. ഈ സമയമാണ് ഇപ്പോൾ ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം മരത്തിന്റെ ചില്ലയിലിടിച്ചാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ. അതിനുശേഷം ഈ വിമാനത്തിന്റെ പിൻഭാഗം അത് ഈ എയർപോർട്ടിന്റെ മതിലിൽ ഇടിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമുക്ക് എയർ ഇന്ത്യ വിമാനമാണ് എന്നത് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിന്റെ കോൾ സൈൻ AI123 എന്നുള്ളത് നമുക്ക് അത് കൂടുതൽ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 200-ലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കുവാൻ തയ്യാറെടുത്ത് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. പറന്നുയരുന്നതിനിടെ വിമാനത്താവളം
വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ചതായിട്ടുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിന്റെ പിൻഭാഗം മരത്തിലിടിച്ചെന്ന സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ കൂടുതൽ സ്വാഭാവികമായും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. DGC അടക്കം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും. ഏതായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ്. ഈ ലഭ്യമാകുന്ന വിവരങ്ങൾ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം ഏതാണ്ട് 200-ലധികം യാത്രക്കാരുമായി അത് ടേക്ക് ഓഫിനിടെ തകർന്നു വീണു. ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളുടെ പ്രകാരം 242 യാത്രക്കാർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ. കാഷ്വാലിറ്റി എത്രത്തോളം ഈ ദുരന്തം അല്ലെങ്കിൽ ഏതെങ്കിലും ജീവഹാനി ഉണ്ടായോ, പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. സ്വാഭാവികമായും വലിയ അപകടമെന്ന് വേണം ഇതിനെ വിലയിരുത്തുവാൻ വേണ്ടി. പ്രത്യേകിച്ച് ദൂരയാത്രയ്ക്ക് തിരിച്ച വിമാനമാണ് ഇത്തരത്തിൽ പറന്നുയരുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ആ വിമാനത്തിന്റെ ഇരു ചിറകുകളിലായി ഗാലൻ കണക്കിന് ഫ്യൂവല് ഇന്ധനമായിരിക്കും നിറച്ചിട്ടുണ്ടാകുക. വലിയ അപകടം ആണ്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ കഴിയുക. ഒപ്പം ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരുന്നു. ഏതായാലും തീയണയ്ക്കുവാനുള്ള പരമാവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ ഫയർ എക്യുപ്മെന്റ്സ് ഇതിൽ പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഗുജറാത്ത് സർക്കാരിന്റെ എല്ലാ മിഷണറിയും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റ് വിമാനങ്ങൾക്കുള്ള ലാൻഡിംഗ് അനുമതി അടക്കം നിഷേധിച്ച് ഇവിടേക്ക് അഹമ്മദാബാദിലേക്കുള്ള മറ്റ് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ സമീപത്തെ റോഡുകൾ അടച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം പരമാവധി ഊർജിതമാക്കിയാണ്. ഗുജറാത്ത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. സമീപത്തെ ആശുപത്രികളിലെല്ലാം തന്നെ അലേർട്ട് നൽകിയിട്ടുണ്ട്. ആംബുലൻസുകൾ ഇപ്പോൾ ഈ അഹമ്മദാബാദ് ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പോലീസ് സേനയും അതേപോലെ തന്നെ ഫയർഫോഴ്സും ഒപ്പം ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള അപകട കാരണമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച്. മരത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് ലഭ്യമായ സൂചനകൾ. ഒപ്പം തന്നെ വിമാനത്തിന്റെ പിൻഭാഗം അത് ഈ എയർപോർട്ടിന്റെ വാൾ, അതായത് മതിലിൽ ഇടിച്ചു. അങ്ങനെ ദുരന്തത്തിന്റെ വ്യാപ്തി വലിയ രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ദൃക്സാക്ഷികളിൽ നിന്നും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. ഏതായാലും രക്ഷാപ്രവർത്തനമാണ് അടുത്ത ഒരു വലിയ കടമ്പ എന്നുള്ളത്. തീ അണയ്ക്കേണ്ടിയിരിക്കുന്നു. ആ തീ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. വലിയ പുകപടലങ്ങൾ അന്തരീക്ഷമാകെ ആ പ്രദേശമാകെ അങ്ങനെ ഇരുണ്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനങ്ങൾ പ്രദേശവാസികൾ പരിഭ്രാന്തരാണ്. അടുത്ത് ജനവാസ മേഖലയാണ് ഉള്ളത്. നിരവധി ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയ്ക്ക് സമീപമാണ് ഈ വിമാനം തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളും നിലനിൽക്കുന്നു. ഇപ്പോൾ വിമാനം തകർന്നു വീണത് യഥാർത്ഥത്തിൽ ഒരു അല്ലെങ്കിൽ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് മരങ്ങൾ കൂടുതലായുള്ള ഒരു പ്രദേശത്താണ്. അവിടെ ജനവാസ മേഖലയിലേലും സമീപത്തായി വലിയ രീതിയിലുള്ള ജനവാസ മേഖലയുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് തീ പടരുമോ തുടങ്ങിയ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. പ്രത്യേകിച്ച് അവിടെ ആശുപത്രികൾ കൂടുതൽ സജീവമാക്കാൻ വേണ്ടിയും ഇപ്പോൾ നിലവിലുള്ള മുഴുവൻ ഡോക്ടർമാരും എത്രയും പെട്ടെന്ന് ജോലിക്ക് ഹാജരാകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഗുജറാത്തിന്റെ ആരോഗ്യ വിഭാഗം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് അടക്കം വളരെ എമർജൻസിയായ ആശുപത്രിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള അലേർട്ട് നൽകി കഴിഞ്ഞു. ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം 242 യാത്രക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട ക്യാബിൻ ക്രൂവും പൈലറ്റും അടങ്ങുന്ന മറ്റ് സംഘങ്ങളും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രാഥമികമായും ലഭ്യമായതനുസരിച്ച് 242 യാത്രക്കാരാണ് ഈ വിമാന ദുരന്തത്തിൽ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കാവുന്ന ഒരു നമ്പറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 242 യാത്രക്കാർ AI-171 ബോയിങ് എന്ന ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് വരുന്ന വിവരങ്ങൾ. 242 ദേശീയ മാധ്യമങ്ങൾ അടക്കം നൽകുന്ന വിവരമനുസരിച്ച് 242 യാത്രക്കാരാണ് അഹമ്മദാബാദ് ലണ്ടൻ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിന്റെ നമ്പർ AI-171 ബോയിങ് എന്ന വിമാനമാണ് അഹമ്മദാബാദിൽ തകർന്നു വീണിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 133 യാത്രക്കാർ എന്നുള്ളതാണ്. പക്ഷേ 242 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അനൌദ്യോഗിക വിവരം മാത്രമാണ്. പക്ഷേ നമുക്ക് വിശ്വസിക്കാവുന്ന ദേശീയ മാധ്യമങ്ങളടക്കം ഈ രീതിയിലുള്ള ഫിഗറാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദഗോപൻ.
242 എന്നുള്ള സംഖ്യ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അതേപോലെ തന്നെ വാർത്താ ഏജൻസികളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സ്ഥിരീകരിക്കാൻ ഔദ്യോഗികമായി അത്തരം സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം ലഭ്യമായ സൂചനകൾ അത് തന്നെയാണ്. നീലിമ സൂചിപ്പിച്ച പോലെ 242 യാത്രക്കാർ, അതിന് പുറമെ ക്യാബിൻ ക്രൂ അടക്കം പൈലറ്റ് അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഔദ്യോഗികമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിലായിരിക്കും ഇതിന്റെ ഈ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. ഒരു പക്ഷേ സമീപകാലത്ത് ഭാരതത്തിലുണ്ടായ ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിൽ ഒന്നായി മാറാൻ ഈ അഹമ്മദാബാദ് ദുരന്തം ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് വഴിവെക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ പ്രാഥമിക സൂചനകൾ. കാര്യം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത്. വിമാനം പറന്നു ഉയരാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിന്റെ മതിലിടിച്ചാണ്, അതേസമയം മരത്തിലിടിച്ചാണ്. അങ്ങനെ രണ്ട് തരത്തിൽ പ്രദേശവാസികളും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗികമായ അത്തരം സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏത് തരത്തിലാണ് വിമാനം തകർന്നു വീണത്, ഏതെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ തുടങ്ങിയ വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അത്തരം ഔദ്യോഗികമായ വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഈ ദൃക്സാക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത് ഈ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വിമാനത്തിന്റെ ഒരു ഭാഗം മരത്തിലിടിക്കുകയായിരുന്നു, മറ്റൊരു ഭാഗം ഈ വിമാനത്താവളത്തിന്റെ മതിലിലിടിച്ചു. അത് വിമാനത്തിന്റെ പിൻഭാഗമാണ് എന്നുള്ളതാണ് ദൃക്സാക്ഷികളും മറ്റും വ്യക്തമാക്കുന്നത്. അത്തരം വിശദാംശങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വിശദാംശങ്ങളും മറ്റുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രദേശമാകെ വലിയ പുകപടലങ്ങൾ കൊണ്ട്, അന്തരീക്ഷമാകെ വലിയ പുകപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നു. പ്രദേശത്തേക്ക് ഇതിനോടകം തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അതേപോലെ തന്നെ ഗുജറാത്ത് ഫയർഫോഴ്സിന്റെയും ഈ ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ എത്തി തീയണയ്ക്കുന്ന പ്രക്രിയയിലേക്കാണ്. ആൾക്കാരെ ഇപ്പോൾ കൂടുതലായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആംബുലൻസുകൾ നിലവിൽ ഇതിനോടകം തന്നെ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ നിരവധി ആൾക്കാരെ ഇവിടെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. അതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങളും നമുക്ക് കാണിക്കാൻ കഴിയുന്നതാണ്. അതിൽ ചിലർക്ക് കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. പ്രാഥമികമായി ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് 242 പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നവരുടെ ഒരു നില നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് കാര്യമായ പരിക്കുകൾ ഏൽക്കാത്തവരാണ്, അല്ലെങ്കിൽ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിമാനത്തിന്റെ ഇരു ചിറകുകളിലും ഇതിൽ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് ലണ്ടനിലേക്ക് പറന്നുയരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ വിമാനം സ്വാഭാവികമായും ലണ്ടനിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ പല രീതിയിലുള്ള പരിശോധനകൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ വിമാനത്തിന് പറക്കുവാനുള്ള അനുമതി ഉണ്ടാകാനുള്ള ഇടയില്ല. അത്തരത്തിൽ അപ്പോൾ സാങ്കേതിക തകരാർ ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സൂചനകൾ. നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എയർ ഇന്ത്യയുടെ AI-171 എന്നുള്ള വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. 1/17 അഹമ്മദാബാദിൽ നിന്നും തുടിച്ച വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അതായത് ലണ്ടനിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനിരുന്ന എയർ ഇന്ത്യയുടെ AI-171 എന്നുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ വിമാനത്തിൽ 242 യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഇനി ഈ എയർക്രാഫ്റ്റ് ഏത് കമ്പനിയുടെ എയർക്രാഫ്റ്റ് ആണ്, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് വിവരങ്ങൾ കൃത്യമാണ്. 242 യാത്രക്കാർ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഇതിനോടകം തന്നെ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ തീ പിടിച്ച് വലിയ രീതിയിലുള്ള ഒരു അഗ്നിബാധ ഈ പ്രദേശത്തുണ്ടായി. ചിലർ അതിൽ ആ അഗ്നിബാധയിൽ പെട്ടിട്ടുണ്ട്, കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്.
വിമാനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. അതായത് എയർ ഇന്ത്യയുടെ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം AI വിമാനമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അത് ഏത് ക്ലാസ് എയർക്രാഫ്റ്റ് ആണ് എന്നതടക്കം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ബോയിങ്ങിന്റെ ആണോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് വരുന്ന വിവരം അനുസരിച്ച് ബോയിങ് 7878 പാസഞ്ചർ ജെറ്റാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 242 യാത്രക്കാർ ഈ തകർന്നു വീണ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും ആധികാരികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് AI171 എന്ന ഈ ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രികളിലേക്ക് ആംബുലൻസുകളിലെല്ലാം പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം, ഔദ്യോഗികമായ ഒരു വിവരങ്ങളും പുറത്തു വരുന്നില്ല. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ നന്ദഗോപൻ? നീലിമ, നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ എയർ ഇന്ത്യയുടെ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് തകർന്നു വീഴുന്നിരിക്കുന്നത്. 210 മുതൽ 250 പേരെ വരെ വഹിക്കാൻ ശേഷിയുള്ള യാത്രക്കാരെ ശേഷിയുള്ള വിമാനമാണ് തകർന്നിരിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആ വിമാനത്തിൽ 242 പേർ ആയിരുന്നു യാത്രക്കാരായി ഉണ്ടായിരുന്നത്. അതുകൂടാതെ ക്രൂ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായും അവിടെ എയർ ഹോസ്റ്റസുമാരോ സ്റ്റുവാർഡ്സുകളോ അല്ലെങ്കിൽ പൈലറ്റും അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫീസറും ക്യാപ്റ്റനും വിവരങ്ങൾ സമാഹരിക്കുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൻ കൂടി ചേരുകയാണ്. ഐസൻ, നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും മിഷണറികൾ മുഴുവൻ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കഴിഞ്ഞു ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ ആ മേഖലയിലെ, അതായത് ഈ അഹമ്മദാബാദിലെ പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ 242 ആ കണക്കുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി 250 താഴെ ആൾക്കാരുണ്ടായിരുന്നു വിമാനത്തിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ശക്തമായൊരു സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള ആൾനാശത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് അധികാരികളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ജീവനുള്ളവരെ എല്ലാവരെയും പുറത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിമാനം എന്തോ ഒരു വസ്തുവിൽ തട്ടി, അതായത് മരത്തിലാണെന്നും അതുപോലെ തന്നെ മതിലിൻ്റെ ഭാഗത്താണെന്നും എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഏതോ ഒരു വസ്തുവിൽ തട്ടിയതിന് ശേഷമാണ് ഇത്തരത്തിൽ തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എമർജൻസി സർവീസിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ മേഖലയിൽ സജ്ജമായിട്ടുണ്ട്. വിമാനത്താവളത്തിലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ഫ്ലൈറ്റ് AI171 എന്ന് പറയുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അഹമ്മദാബാദ് ലണ്ടൻ ഗാറ്റ്വിക്ക് ഈ റൂട്ടിലേക്ക് സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ് എയർ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ എത്ര യാത്രക്കാർ ഉണ്ട് എന്നുള്ള ഒരു വിവരവും എയർ ഇന്ത്യ വിട്ടിട്ടില്ല. മറ്റ് വിവരങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വിവരം മാത്രമാണ് എയർ ഇന്ത്യയുടെ എക്സ്പോസ്റ്റിലൂടെ കാണാനാകുന്നത്. ഐസൻ, തീർച്ചയായും എയർ ഇന്ത്യയുടെ വിവരങ്ങൾ അനുസരിച്ച് വിമാനത്തിൻ്റെ നമ്പർ AI171 എന്നാണ്. അതുപോലെ തന്നെ ബോയിങ് വിമാനമാണ്, ബോയിങ് 787 വിമാനമാണ് തകർന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ അനുസരിച്ച് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ 248 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നൊരു വിമാനമാണ്. തീർച്ചയായും അതിലെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. മാത്രമല്ല കൃത്യമായ ചില ധാരണകൾ കൂടി ഈ അപകടം സംബന്ധിച്ച് ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും പുതിയ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവമുള്ളൊരു വസ്തുത. നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യമായ ഇടപെടൽ വിഷയത്തിൽ നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിനകത്തു നിന്നും വലിയ തോതിലുള്ള നിലവിളി ശബ്ദവുമൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് അവിടെ ഉണ്ടാകുന്ന ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ ഗൗരവമേറിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ
ഇക്കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. വലിയ തോതിൽ കരിയും പുകയും ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയിൽ പൊള്ളലേറ്റും അതുപോലെ തന്നെ മറ്റു രീതിയിലും, അതായത് ഈ തകർന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പരിക്കുകൾ ഉണ്ടായിരിക്കുക. വലിയ തോതിൽ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത രക്ഷപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അപകടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ടേക്ക് ഓഫിനിടെയാണ് ഇത് തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ലണ്ടനിലേക്ക് നേരിട്ട് പോകുന്ന ഫ്ലൈറ്റ് അതിൽ പൂർണ്ണമായും ഫുള്ളി ലോഡഡ് ആയിരിക്കും ഫ്യൂവൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇന്ധനത്തിനൊക്കെ തീപിടിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ വളരെ അപ്പുറത്തേക്കായിരിക്കും ആ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി വലിയ ഒരു ദുരന്തമാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ ആളുകളെയും കൊണ്ട് പരക്കം പായുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. പക്ഷേ അവിടെ നിന്നുള്ള വിവരങ്ങൾ വരുന്നതനുസരിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ, ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് എസ് നന്ദഗോപൻ നമ്മളോട് പറഞ്ഞത്. എന്താണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നീലിമ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം തന്നെ പ്രാഥമികമായ വിവരങ്ങളാണ്. അതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചില വിവരങ്ങളും മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എത്ര പേരുടെ മരണം സംഭവിച്ചു, എത്ര പേർ ആശുപത്രിയിലുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ തോതിലുള്ളൊരു സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിമാനത്തിനടുത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് അതിനുള്ളിലെ വസ്തുതകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കടന്നെത്താവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുക. ഒറ്റയടിക്ക് വിമാനത്തിനകത്തേക്ക് എത്താനുള്ള സാധ്യത രക്ഷാപ്രവർത്തകർക്ക് ചില ബുദ്ധിമുട്ടുകളുള്ളത്. അതുതന്നെയാണ് വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നതിന് ഏറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ വൻതോതിൽ, വലിയ തോതിൽ ഏതാണ്ട് 16,000-ലേറെ ഒറ്റയടിക്ക് വലിയൊരു സഞ്ചാരം നടത്താൻ സാധ്യമായ, അതായത് ഒരൊറ്റ യാത്രയിൽ തന്നെ 13,000-ലേറെ കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ ലണ്ടനിലേക്കുള്ളൊരു വിമാനമായതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇന്ധനശേഖരം ഉണ്ടായിരിക്കും. ആ ഇന്ധനശേഖരവും കരുതൽ ഇന്ധനശേഖരവുമായി വലിയ തോതിൽ ഇന്ധനശേഖരം ഉണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഇന്ധനശേഖരം എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന, അല്ലെങ്കിൽ അതിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് അറിയാവുന്നതാണ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ എന്ന് പറയുന്ന ആ ഇന്ധനം പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു സ്വഭാവമുള്ളതും ആവിയാവുന്ന സ്വഭാവമുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്താകെ ഇത് പടർന്നു പിടിക്കാനും തീ വ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികളേറെയുണ്ട് ഒരു വിമാനാപകടത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ. അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പല ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആൾനാശം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതൊരു ജനവാസ മേഖല കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അതാണ് അടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യം. ഫോറൻസിക് ക്രോസ് റോഡ്, മേഘാനി നഗറിലെ ഫോറൻസിക് ക്രോസ് റോഡിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ജനവാസ മേഖലയിലേക്കാണ് ഈ വിമാനം തകർന്നു വീണിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഐസൻ തുടരുക. ഇപ്പോൾ നന്ദഗോപൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നന്ദഗോപൻ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതാണ് ഇപ്പോൾ പ്രധാനമായി. ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. മുഴുവൻ സംവിധാനങ്ങളും, കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ കേന്ദ്രമന്ത്രിമാരടക്കം ഒരുപക്ഷെ ഗുജറാത്തിലേക്ക്, അഹമ്മദാബാദിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഈ സംസ്ഥാന സർക്കാരുമായി അത് ക്രോഡീകരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ബോയിങ്ങിന്റെ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനം, എയർ ഇന്ത്യയുടെ വിമാനം, അതിന്റെ കോൾ സൈൻ AI-171 ആണ്. അത് അഹമ്മദാബാദിലെ ടെർമിനൽ 2 നിന്നും 1:10 പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. 242 യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ പ്രാഥമിക വിവരങ്ങൾ. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. വലിയ അപകടമാണ്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ജനവാസ മേഖലയിൽ കൂടിയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവർക്ക് എത്രമാത്രം പരിക്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇതിനോടകം
ഇതിനോടകം തന്നെ തീ ഏതാണ്ട് ഭാഗികമായും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കെടുത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ഭാഗികമായി തീ പൂർണ്ണമായും കെടുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇതിനോടകം തന്നെ നിരവധി ആൾക്കാരെ ആശുപത്രികളിലേക്കും മറ്റും മാറ്റിയിട്ടുണ്ട്. ഈ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ നില കാര്യമായി അല്ലെങ്കിൽ അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ അവർ ഈ വിമാനത്തിന് പുറത്തുള്ളവർ, അതായത് വിമാനം അപകടം നടന്ന പ്രദേശത്തെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപകടത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്നുള്ളതാണ്. സാധാരണ ഇത്തരത്തിൽ ഈ 787 ഡ്രീം ലൈനർ വിമാനത്തിൽ ഏതാണ്ട് ഗ്യാലൻ കണക്കിന് ഫ്യൂവൽ, ഏതാണ്ട് 34,524 US ഗാലൻ ഫ്യൂവലാണ് അതിനകത്ത് നിറയ്ക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്രമാത്രം ഒരു ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആഘാതം അത് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നതുള്ളൂ. വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ആഘാതം അത് ഇപ്പോൾ ഈ ഗുജറാത്തിന്റെ പല മേഖലകളിലും ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനോടകം തന്നെ അവിടേക്ക് അഹമ്മദാബാദിലേക്ക് ലാൻഡ് ചെയ്യേണ്ട മറ്റ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം സജീവമാക്കാൻ വേണ്ടിയുള്ള നടപടികളും ഗുജറാത്ത് സർക്കാർ ഊർജിതം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ഗുജറാത്ത് സർക്കാർ മുഖ്യമന്ത്രിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി അല്പം വലുതാണ് എന്നുള്ളതാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി നൽകിയ സൂചനകൾ. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 230 യാത്രക്കാരും 12 ക്രൂ മെമ്പേഴ്സും ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് 242 പേർ ഉണ്ടായിരുന്നു. അതിൽ 230 പേർ യാത്രക്കാരായിരുന്നു. 12 പേർ ഇതിലെ ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു. അതായത് ഇതിൽ പ്രധാനമായും സ്റ്റിവാർഡ്സും അതേപോലെ തന്നെ എയർ ഹോസ്റ്റസും മറ്റും അടങ്ങുന്ന പൈലറ്റും ഒക്കെ അടങ്ങുന്ന ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു 12 പേർ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഉടൻ അഹമ്മദാബാദിലെത്തും. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തും. രക്ഷാദൌത്യത്തിന് 90 അംഗ NDRF സംഘത്തെ കൂടി അവിടെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗത്തെയും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഇവിടെ പൂർണ്ണമായും നടക്കുകയാണ്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അവർ ലണ്ടനിലേക്ക് പോകുന്ന ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും അതിൽ സ്വാഭാവികമായും ലണ്ടനിലേക്ക് പോകുന്ന വിമാനം, അതിൽ കൂടുതൽ VIP-കളും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും വലിയ വിമാന ദുരന്തമാണ് സമീപകാലത്ത് ഭാരതം കണ്ടതിൽ, അല്ലെങ്കിൽ രാജ്യം കണ്ടതിൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തമാകും ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കനത്ത ആൾനാശം ഈ യാത്രാ വിമാനം തകർന്നതിലൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു, ഈ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന അതീവ ദുഃഖകരമായ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. 242 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 12 ക്രൂ മെമ്പേഴ്സും ബോർഡിൽ ഉണ്ടായിരുന്നു. കനത്ത ആൾനാശം ഈ അഹമ്മദാബാദിൽ നിന്നും ആ റിപ്പോർട്ടുകൾ, അതീവ ദുഃഖകരമായ ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഉള്ളത്. നന്ദൻ കൂടുതൽ വിവരങ്ങൾ സമാഹരിക്കുക. ഗൗതം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗൗതം, ഡൽഹി കേന്ദ്രീകരിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, ഇപ്പോൾ രാജ്യതലസ്ഥാനത്തും അടിയന്തര യോഗങ്ങളും മറ്റും നടക്കുന്നു. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയെ പറ്റി ഇപ്പോഴും ഒരു വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഇത് ഏതാണ്ട് 1:30-ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒരു ആൾവാസ ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. അതിനാൽ വലിയ തോതിലുള്ള നാശനഷ്ടവും അതോടൊപ്പം തന്നെ മരണസംഖ്യയും ഉയരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ വളരെ ഗൗരവത്തോടു കൂടി ഈ ഡൽഹിയിൽ കൃത്യമായി അതിനെ എങ്ങനെ ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ്. വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ അഹമ്മദാബാദിലേക്ക് എത്തിച്ചേരും. അദ്ദേഹം ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനമാർഗം ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷമാകും ഈ കാര്യങ്ങൾ നേരിട്ട്
കണ്ട് പിന്നീട് സർക്കാരിന്റെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിമാന ദുരന്തങ്ങൾ പതിവല്ല. പൊതുവെ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ കാണുന്നതും കേൾക്കുന്നതും. പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം വിമാന ദുരന്തങ്ങൾ കേട്ടുകേൾവി മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അടുത്ത കാലത്ത് 2019 മംഗലാപുരത്ത് ഒരു വിമാന ദുരന്തം ഉണ്ടായത് നമുക്കറിയാം. എങ്കിൽ പോലും അത് ലാൻഡിങ്ങിന്റെ സമയത്തായിരുന്നു. ഇതിപ്പോൾ പറന്നുയർന്ന ഒരു വിമാനം പൂർണ്ണമായിട്ട് തന്നെ തകർന്ന് കത്തുന്ന ഒരു പശ്ചാത്തലമാണ്. അതിനാൽ തന്നെ അതിനകത്ത് എത്ര ആളുകൾക്ക് ജീവനോടെ മടങ്ങിയെത്താൻ കഴിയും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ വിമാനം പറന്നുയർന്നതിന് ശേഷം പിന്നീടൊരു ജനവാസ കേന്ദ്രത്തിലേക്ക് വന്ന് ഇടിച്ചിറങ്ങി, ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇടിച്ചിറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് മുഴുവൻ വലിയ തീനാളങ്ങൾ ഉയരുന്നതിന്റെ ചില ദൃശ്യങ്ങളും വാർത്താ ഏജൻസികൾ ANA ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അതിനാൽ തന്നെ വലിയൊരു വിമാന ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഈ ഗുജറാത്തിന്റെ തലസ്ഥാന നഗരിയായ ഗാന്ധിനഗറിനോട് ചേർന്നുള്ള അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഗൗതം, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവർ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു. കനത്ത ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങേയറ്റം വലിയ ഒരു ദുരന്തമാണ് നടന്നത് എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എയർ ഇന്ത്യ അല്പസമയം മുമ്പ് ഒരു എക്സ്പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മറ്റു വിവരങ്ങളൊന്നും തന്നെയില്ല. ഫ്ലൈറ്റിന്റെ നമ്പർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു അപകടം നടന്നു എന്ന സ്ഥിരീകരണം മാത്രമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ദിലീപ, ഈ എയർ ഇന്ത്യ വിമാനം ഇത്തരത്തിൽ B787 എന്ന വിമാനം, A1171 എന്ന വിമാനം തകർന്നു എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഈ വിമാനത്തിൽ യാത്രക്കാരായി നേരത്തെ സൂചിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ലണ്ടനിലേക്കുള്ള യാത്രയിലായിരുന്നു. വിജയ് രൂപാണിയും ഗുജറാത്തിൽ ഭൂപേന്ദ്ര പട്ടേലിന് മുൻപ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്ന വ്യക്തിയാണ്. BJP-യുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. പഞ്ചാബിന്റെ സംഘടനാ ചുമതലയൊക്കെ വഹിക്കുന്ന വ്യക്തിയാണ്. ആനന്ദീബൻ പട്ടേലിന് ശേഷം, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷം പിന്നീട് ആനന്ദീബൻ പട്ടേലിന് ശേഷം പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ BJP-യുടെ വളരെ മുതിർന്ന നേതാവാണ്. അദ്ദേഹവും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ പറന്നുയർന്ന ഒരു വിമാനമാണ്. ആകെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ എന്ന് പറയുന്നത് 242 ആണ്. അതിൽ 230 പേർ യാത്രക്കാരും 12 പേർ ഈ ഇതിന്റെ സ്റ്റാഫുകളുമാണ്, ക്രൂവുമാണ്. 2 പൈലറ്റുമാരും അതോടൊപ്പം തന്നെ മറ്റ് 10 സ്റ്റാഫുകളും, എയർ ഹോസ്റ്റസ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളും ഉണ്ട്. അങ്ങനെ ആകെ വിമാനത്തിൽ ഉണ്ടായിരുന്നത് 242 പേരാണ്. ഇതിൽ ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളെ രക്ഷിക്കാനായി, ഈ കാര്യങ്ങളിലെല്ലാം ഒരു സ്ഥിതിവിവര കണക്കുകൾ ഇനിയും നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. ദേശീയ വാർത്താ ഏജൻസികളും ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകുന്നില്ല. യാത്രക്കാർ 232, ജീവനക്കാരായി 12 പേരും, അങ്ങനെ 242 പേർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, വിമാനം പൂർണ്ണമായി തകർന്നുവെന്നും കത്തി നശിച്ചുവെന്നും ഈ അഹമ്മദാബാദിലെ ഒരു കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത് തുടങ്ങിയ പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ നിമിഷത്തിൽ. അതായത് ഗൗതം, 825 അടി മുകളിൽ നിന്നാണ് ഈ പ്ലെയിൻ ക്രാഷ് ചെയ്തത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിരുപ, 1:38 പറന്നുയർന്ന വിമാനം ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണിത് ആകാശമാർഗം പറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിമാനം ഉയർന്നുടൻ തന്നെ 5 മിനിറ്റിനകം തന്നെ ഇത് നിലം പതിക്കുകയായിരുന്നു എന്നത് കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അധികം സമയം വിമാനം ആകാശത്ത് പറന്നിട്ടില്ല. അപ്പോൾ ഇതിൽ കാര്യമായ തകരാറോ മറ്റു പ്രശ്നങ്ങളോ ഈ വിമാനത്തിന് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിമാനത്തിൽ എഞ്ചിൻ തകരാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു എന്നതിൽ
ഇനിയും തർക്കമില്ല. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് ഈ നിമിഷത്തിൽ എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം സർക്കാരോ എയർ ഇന്ത്യ വൃത്തങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയമോ ഒന്നും ഈ ഘട്ടത്തിൽ നൽകുന്നില്ല. അത് സ്വാഭാവികമാണ്. കാരണം ഇതിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കണ്ടെത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിതി കൃത്യമായ ഒരു വിവരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മുടെ രാജ്യത്തെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഈ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അടുത്ത കാലത്തൊന്നും രാജ്യത്ത് ഇത്രയും വലിയ ഒരു വിമാന ദുരന്തം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് NDRFന്റെയും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും ഒക്കെ സംഘങ്ങൾ അവിടേക്ക് എത്തുകയാണ്. ഒപ്പം സൈന്യവും അവിടേക്ക് എത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് രൂപാണിക്ക് ഗുരുതര പരിക്ക് എന്നത് സംബന്ധിച്ചുള്ള വിവരം ഈ നിമിഷത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നേരത്തെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഗുരുതരമായി ഈ ഒരു അപകടത്തിൽ, ഈ വിമാന അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു. അതായത് അദ്ദേഹത്തിന് എത്രത്തോളം ഗുരുതരമാണ് എന്ന് പരിക്ക് എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായി പൊള്ളൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നീലിമ, നന്ദഗോപൻ കൂടി ചേരുന്നുണ്ട്. നന്ദഗോപൻ, നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? ആ ഏരിയ പൂർണ്ണമായും കോർഡൺ ചെയ്തിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് നന്ദൻ? ആളുകൾ പരക്കം പാഞ്ഞ് ആശുപത്രികളിലേക്കൊക്കെ ഓടിയെത്തുന്ന വലിയൊരു അതീവ ഗുരുതരമായ ഒരു സാഹചര്യം അഹമ്മദാബാദിൽ നിലനിൽക്കുന്നു. അവിടെ സിവിൽ ആശുപത്രിക്ക് മുന്നിലൊക്കെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്ന അവസ്ഥയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. നന്ദഗോപൻ. നീലിമ, ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 1:10 സർദാർ വല്ലഭായ് പട്ടേൽ, അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിലെ ടെർമിനൽ 2 നിന്നും ഷെഡ്യൂൾ ചെയ്തിട്ട് വിമാനം വൈകി 1:38 പുറപ്പെട്ടു. പറന്ന് ഏതാണ്ട് 5 മിനിറ്റിന് ഏതാണ്ട് 625 അടിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഏതാണ്ട് 174 നോട്ട്സ് സ്പീഡായിരുന്നു വിമാനത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സ്വാഭാവികമായും അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനത്തിന്റെ 2 ചിറകുകളിലും ഇരു ചിറകുകളിലും നിറയെ മുഴുവൻ ഇന്ധനം ഉണ്ടാകുമെന്നുള്ള സാധ്യതയാണ്. ഏതാണ്ട് 1,26,903 ലിറ്റർ ഇന്ധനം അതിനകത്ത് നിറയ്ക്കാൻ സാധിക്കും. അത്രമാത്രം ഇന്ധനം നിറച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വിമാനം പറന്നുയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ എക്സ്പേർട്ടുകളും മറ്റും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ പലരെയും നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നു. പറന്ന് കുറച്ച് ചെല്ലുമ്പോഴേക്കും ഒരു അഗ്നിഗോളമായി ആ വിമാനം കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നതിലും വളരെ അപ്പുറത്താണ് ഈ ദുരന്തത്തിന്റെ ഭീകരത എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. നോക്കൂ, ആകാശത്ത് തന്നെ തീഗോളമായാണ് ഇത് ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ചകൾ കാണുന്നത്. നന്ദഗോപൻ. നീലിമ, നമുക്ക് ഇപ്പോഴും പല രീതിയിലുള്ള അവ്യക്തതകൾ ഇതിൽ ഇപ്പോഴും തുടരുന്നു. ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എയർ ഇന്ത്യ അല്പം മുമ്പ് അവരുടെ വിമാനം 787 ഇത്തരം അപകടത്തിൽപ്പെട്ടു എന്നത് മാത്രമാണ് എയർ ഇന്ത്യ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്ന വിശദാംശങ്ങൾ. മറ്റ് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളതാണ്. ഏതായാലും 11 വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ആണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. 2014 ജനുവരിയിൽ ബോയിങ് കമ്പനി എയർ ഇന്ത്യക്ക് കൈമാറിയ വിമാനമാണിപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 600 അടി മുകളിൽ വെച്ചാണ്, 625 അടി മുകളിൽ വെച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് മരത്തിലിടിച്ചാണോ അപകടമുണ്ടായത്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഫോൾട്ട് കാരണം പറന്നുയർന്ന വിമാനം പെട്ടെന്ന് താഴേക്ക് വരികയും പിന്നീട് അങ്ങനെ താഴേക്ക് വന്ന അവസ്ഥയിൽ മരത്തിലിടിച്ച് വലിയ തീഗോളമായി മാറിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ ചെറിയ കാക്കകൾ പറന്നുയർന്ന കാക്കകൾക്കും പക്ഷികൾക്കൊക്കെ തന്നെ ഇത്തരം അപകടങ്ങൾ വരുത്തുവാനുള്ള അത്തരം അപകടങ്ങൾ അത് വരുത്താറുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. വിമാനങ്ങളുടെ എഞ്ചിനിലേക്കുള്ളിലേക്കും അതേപോലെ തന്നെ വിൻഷീൽഡിലേക്കും ഒക്കെ തന്നെ പറന്നു കയറി അത്തരം അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത്തരം പക്ഷികളെയൊക്കെ തന്നെ മാറ്റുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അത്തരം പക്ഷികളെയൊക്കെ തന്നെ ആ മേഖലയിൽ അവിടുന്ന് പറത്തിവിടുന്ന സാഹചര്യമൊക്കെയാണ് ഈ എയർപോർട്ടിന്റെ പരിസരത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്
എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ ആ പക്ഷി ഇതിൽ ഇടിച്ച് വിമാനത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഇടിച്ച് വിമാനം താഴേക്ക് വരുന്നതിനിടയിൽ അത് ഒരുപക്ഷെ മരത്തിലിടിച്ച് തീഗോളമായി മാറാനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പൈലറ്റിന്റെ അശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ മറ്റ് ഇററുകളോ ആകാം. അല്ലെങ്കിൽ വിമാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതാകാം. ഇങ്ങനെയുള്ള പല സാധ്യതകൾ നിലനിൽക്കുന്നു. അതേസമയം പറന്നുയരുന്നതിനിടയിൽ അല്ലെങ്കിൽ പറന്ന് തുടങ്ങുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരം അപകടം എന്നുള്ളത് തന്നെയാണ്. ടേക്ക് ഓഫ് ചെയ്ത് 625 അടി മുകളിൽ എത്തുമ്പോൾ ഈ ഫ്ലൈറ്റ് നിൽക്കുകയായിരുന്നു എന്നുള്ള വിവരം റഡാറിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 625 ഫീറ്റ് അടി മുകളിൽ എത്തുമ്പോഴാണ് വിമാനത്തിന് അപകടം സംഭവിക്കുന്നത്. നീലിമ, അത്തരം റഡാർ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് അത്തരം ലഭ്യമാകുന്നുണ്ട്. എങ്കിൽ തന്നെയും എന്താണ് അപകടത്തിന് കാരണം? ഈ 625 അടിയിൽ പറന്ന് ഉയർന്നപ്പോൾ എന്താണ് ആ അപകടത്തിന് ഇടയാക്കിയത് എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും 625 അടിയിൽ മരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എയർപോർട്ടിന് സമീപം ഇത്ര ഉയരങ്ങളുള്ള കെട്ടിടങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാൻ ഇടയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ 625 അടിയിൽ വെച്ച് വിമാനത്തിന്റെ എഞ്ചിൻ ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടായി പെട്ടെന്ന് വിമാനം താഴേക്ക് വരികയും അങ്ങനെ വരുന്നതിനിടയിൽ ഈ മരത്തിലിടിച്ച് അപകടം അല്ലെങ്കിൽ അഗ്നിഗോളമായി മാറാൻ. നന്ദഗോപൻ തുടരുക. എന്തായാലും ഈ അപകടത്തിന്റെ കാരണം ഇപ്പോഴും നമുക്ക് അജ്ഞാതമാണ്.